Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Prayer പറഞ്ഞോ? Prayer പറഞ്ഞോ? കേൾക്കുന്നില്ല ആരും? Prayer ആരെങ്കിലും ഓക്കെ ഞാൻ പറഞ്ഞോളാം, പറയാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓം സഹനാ ഭവതു സഹനോ ഭുനസ്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാം വിദുഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. കാര്യം ഞാൻ തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞോ കേട്ടോ. ആരുമില്ലെങ്കിൽ ഞാൻ പറയാം, മിസ്. പറഞ്ഞോ കേട്ടോ. Believing yourself is the secret of success. നിങ്ങളിൽ വിശ്വസിക്കുക എന്നാണ് വിജയത്തിന്റെ ആദ്യ രഹസ്യം. താങ്ക് യു, മിസ്. നമ്മള് ക്ലാസ്സിലേക്ക് വരാം. നമ്മളിപ്പോ ഏത് പോർഷൻ ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നീഡ്സ് ആയിരുന്നു അല്ലേ? അല്ലേ? ഓർമ്മയില്ല ആർക്കും? എന്താണ്? കംപ്ലീറ്റ് ആയില്ല ചാപ്റ്റർ? മാം സെമിനാർ ഉണ്ട്, 2 ടോപ്പിക്കും കൂടി. 2 ടോപ്പിക് കൂടി സെമിനാർ ഉണ്ടോ? കംപ്ലീറ്റ് ആയിട്ടില്ലല്ലേ ചാപ്റ്റർ? കംപ്ലീറ്റ് ആയിട്ടില്ല, ഫിയർ വരെ എടുത്തത്. ഓക്കെ, എവിടം വരെ എടുത്തു നമ്മള് നീഡ്സ്? ഫിയർ വരെ എടുത്തു, ഇനി ആങ്കർ തുടങ്ങണം. ഫിയർ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ. എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ 1 മിനിറ്റ്, ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുക്കട്ടെ കേട്ടോ. എനിക്ക് എന്നാലേ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. 1 മിനിറ്റ്. ഓക്കെ കേട്ടോ. ഫിയർ കഴിഞ്ഞു. ഫാത്തിമ ആയിരുന്നു ഫിയർ എടുത്തല്ലേ ലാസ്റ്റ്? അല്ലേ? ദെൻ ആങ്കർ ആണ്. ആങ്കർ ആർക്കാ കൊടുത്തിരിക്കുന്നത്? നവമിക്കല്ലേ? നവമിക്കല്ലേ ആങ്കർ കൊടുത്തത്? നവമി ഇല്ല അല്ലേ? നവമി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം കഴിഞ്ഞ ക്ലാസ്സിൽ. അതെ, ഇതൊക്കെ വെച്ചിട്ട് നമ്മള് PPT ഒക്കെ വെച്ച് പ്രസന്റ് ചെയ്ത് നവമിയല്ലേ? പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആങ്കർ എക്സ്പ്ലെയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട്? മാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആള് പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ടൈം ആയിരുന്നു. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് ആങ്കർ എന്താണ്. ഹാപ്പിനെസ്സും സാഡ്നെസ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മാം. അടുത്ത ആൾക്കാര് റെഡി ആയിട്ട് നിന്നോട്ടോ. ഓക്കെ, ആങ്കർ നോക്കാം. There are many circumstances in everyday life for accrochal of anger. നമുക്ക് ദേഷ്യം വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരാറുണ്ട് ഇല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ നോർമലി സംഭവിക്കാറുണ്ട്.
The causes of anger are varied and innumerable. എന്നുവെച്ചാൽ നമുക്ക് കോസസ് ഓഫ് ആംഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദേഷ്യം വരാം. നമുക്കത് കൗണ്ട് ചെയ്യാനായിട്ട് വരില്ല. സം ഓഫ് ദം മേ ബി റിജക്ഷൻ ഓഫ് ദ ചൈൽഡ് വിഷ്. കുട്ടികൾക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടില്ലെങ്കിൽ അപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചെറിയ കുട്ടികളാണെങ്കിൽ കരഞ്ഞ് അത് കാര്യം സാധിക്കും. ചെറിയ കുട്ടികൾ ദേഷ്യം കൊണ്ട് നമ്മൾ ചിലപ്പോ ഹിറ്റൊക്കെ ചെയ്യും. ഓക്കെ, ഡിഫിക്കൽട്ട് അസൈൻമെന്റ് ബിയോണ്ട് ഹിസ് എബിലിറ്റി ട്രൈ സം ജോബ്സ്. നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത അസൈൻമെന്റ്സ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. അൺഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലെസൺസ് വന്നാൽ കുട്ടികൾക്ക് ദേഷ്യം വരും. ഇന്റർഫിയറൻസ് വിത്ത് ദ സെറ്റ് ഓഫ് ഹാബിറ്റ്സ്. അവരുടെ സെറ്റ് ഓഫ് ഹാബിറ്റിൽ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ദേഷ്യം വരും. റിയൽ ഓർ ഇമാജിനറി ഫേവറിറ്റിസം ഓൺ ദ പാർട്ട് ഓഫ് ദ പാരന്റ്സ് ഓർ ടീച്ചേഴ്സ്. നമ്മുടെ പാരന്റ്സോ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫേവറിറ്റിസം ഫീൽ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ദേഷ്യം വരും. അപ്പൊ ഇളയ കുട്ടികളോട് നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുകയാണെങ്കിൽ മൂത്ത കുട്ടിക്ക് നോർമലി ഒരു ചെറിയ ജലസി വരാനുള്ള ചാൻസ് ഇല്ലേ, അതാണ്. അതേപോലെ ചെറിയ ടീച്ചേഴ്സിന് ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഫേവറിറ്റിസം കാണിക്കുമ്പോൾ മേ ബി അത് കുട്ടികളുടെ ദേഷ്യമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അറ്റാക്ക് ഓൺ സെൽഫ് റെസ്പെക്ട്. അവരുടെ സെൽഫ് റെസ്പെക്ടിന് അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഞങ്ങൾ കാണാറുണ്ട്. കുട്ടികൾക്ക് ഫിസിക്കൽ ഇൽനെസ് ഉണ്ട്, ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഫാക്ടോർ ഹങ്കർ, ക്ഷീണം കൊണ്ട് വരുമ്പോൾ ക്ഷീണം ഉണ്ടെങ്കിൽ ദേഷ്യം വരാറുണ്ട്. അതേപോലെ വിശന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില കുട്ടികളില്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വന്തം എന്റെ മോള്, അവള് വിശന്ന് കഴിഞ്ഞ ആള് നമ്മൾ കൺട്രോൾ ചെയ്തൊക്കെ ഇട്ടില്ല. വിശത്ത് ആൾക്ക് സഹിക്കാൻ പറ്റും. ബാക്കി എന്ത് കാര്യവും ആള് ഓക്കെയാണ്. പക്ഷെ വിശന്ന് കഴിഞ്ഞാൽ ആള് വിചാരിക്കും. കാരണം വേറെ എന്ത് ഫീലിംഗ് ആണെങ്കിലും അവളത് കൺട്രോൾ ചെയ്യും. ദേഷ്യം കാണിക്കണം. വിശന്ന് കഴിഞ്ഞാൽ അവൾ ദേഷ്യം കാണിക്കും. പിന്നെ ഭക്ഷണം ഒന്നും കഴിക്കില്ല. പിന്നെ നമ്മൾ പറയുന്ന ഭക്ഷണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അത് ഏത് ടൈം ആണെന്ന് നോക്കില്ല. ആള് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് അപ്പൊ സാധിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് വിശന്നാൽ മാത്രം അവൾ കാണുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഓക്കെ, it should not be noted that the planning a lesson should be considered children's interest. നമ്മളൊരു ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ആ ലെസൺ എന്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാൻ. പ്ലാൻ ഓഫ് അറ്റൻഷൻ, നമ്മൾ എപ്പോഴും അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ വേണം ലെസൺ പ്ലാൻ ചെയ്യാൻ. എബിലിറ്റി ലെവൽ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെസിസ്റ്റൻസ്. കുട്ടികൾ ഇപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ എഴുതാനായിട്ട് അധികം ഇഷ്ടം കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ കാണിച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, അത് പഠിപ്പിക്കുന്നു. ഇനി ആ സൗണ്ട്സ് പഠിപ്പിക്കാണ്, ആൽഫബറ്റ്സിന്റെ സൗണ്ട്സ് ഉണ്ടല്ലോ, 20 സൗണ്ട്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സോ അല്ലെങ്കിൽ കാർഡ്സോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20 സൗണ്ട്സ് പഠിപ്പിക്കാനായിട്ട് പറ്റും. The firm but impartial teachers do a better job. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. Discrimination is restricted mostly by the Children's Act and as adults. ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. ഒരു കുട്ടീനെ മറ്റൊരു കുട്ടിയും ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കാൻ പാടില്ല. കുട്ടികളാണ്. Both the teachers and parents can help the child in developing a healthy philosophy of their life, providing them with the knowledge of different ideas and value system through useful discussion and reading on the problems that raised by him. Okay, നോക്കാം എന്താണ് പറഞ്ഞത്. നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. ടീച്ചേഴ്സും പാരന്റ്സും കുട്ടികളുടെ അവരുടെ ഫിലോസഫി സാഹിത്യമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഡിഫറെന്റ് ഐഡിയാസ് അതിനൊക്കെ നമ്മൾ വാല്യൂ ചെയ്യണം, അവരായിട്ട് ഡിസ്കസ് ചെയ്യണം. റീഡിങ് ഓൺ ദ പ്രോബ്ലംസ് ദാറ്റ് റൈസ് ബൈ ഹിം. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും നമ്മൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം നമുക്ക് അറിയാവുന്ന രീതിയിൽ ആൻസർ പറഞ്ഞു കൊടുക്കാൻ തന്നെ ശ്രമിക്കണം. ഓക്കെ, ഇനി വീണ്ടും 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 റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബൈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, മെന്റൽ ഡെവലപ്മെന്റ് കൂടുന്നതിന്റെ ഭാഗമാണ് ബൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഒരു ബൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. Both must help the child develop healthy peer age relationship and friendship. നമ്മൾ കുട്ടികളിൽ peer age relationships ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, സഹപാഠി, അതേപോലെ ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് വളരെയധികം വലിയ പങ്ക് വഹിക്കാനായിട്ട് പറ്റും. The child who get affection, encouragement, develop a good personality. ഏതൊരു കുട്ടിക്കാണോ സ്നേഹവും എൻകറേജ്മെന്റും വാത്സല്യവും കിട്ടി വളർന്നു വരുന്നത്, ആ ഒരു കുട്ടി നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാറും. ആ ഒരു കുട്ടി നല്ല ഗുഡ് പേഴ്സണാലിറ്റിയിലേക്ക് മാറും. ഓക്കെ, ദെൻ ആങ്കർ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും.
എല്ലാവരും റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്തോ? ഓക്കെ ഓക്കെ. ആരായിരുന്നു ഹാപ്പിനെസിനെ കുറിച്ചിട്ട് സെമിനാർ തന്നിരിക്കുന്ന ആർക്കായിരുന്നു? ഞാനാണ് മാം. ആഷ്മി പ്രസന്റ് ചെയ്തോട്ടോ. Okay, ma'am. Good afternoon, Aparna ma'am, and all my dear friends. I'm Ashmi Jason. I'm here to present a seminar on topic social emotional happiness and its impact on children. Without further delay, let's get started. Wish you all a fruitful and enjoyable experience today. Introduction. Social emotional happiness refers to the sense of well-being derived from positive social interactions and emotional stability. For children, this form of happiness is crucial as it shapes their emotional resilience, social skills, and overall development. When children experience social emotional happiness, they feel secure, valued, and connected to their environment. This fosters confidence, empathy, and the ability to form healthy relationships. Positive emotions also enhance cognitive functions like memory and problem solving, enabling better academic performance. അതായത് മെയിൻ ആയിട്ട് സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് നിന്നാണ്. അതായത് സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യപരമായിട്ട് ഇടപെടലിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ, സോഷ്യൽ ആയിട്ടുള്ള ഇമോഷൻ ഉത്ഭവിക്കുന്നത്. മെയിൻ ആയിട്ട് കുട്ടികളിൽ, അതായത് ചിൽഡ്രനിൽ ഇത്തരത്തിലുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഇമോഷൻ എന്ന് പറയുന്ന ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു റോളാണ് ആ കുട്ടികളിൽ വഹിക്കുന്നത്. കാരണം ഒരു ക്രൂഷ്യലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കാരണം കുട്ടികളുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിനെ ഈ ഹാപ്പിനെസ് നന്നായി ബാധിക്കുന്നുണ്ട്. അവരെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്യാനായിട്ട് അവരുടെ ഇമോഷൻസ്, അവരുടെ സാമൂഹ്യപരമായ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ ഡെവലപ്മെന്റിന് കുട്ടീനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നതാണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരു കുട്ടി മെയിൻ ആയിട്ട് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് സ്വയം തന്നെ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സെക്യൂർ ആണ്, വാല്യൂ ആണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റായിട്ട് കണക്റ്റഡ് ആയിട്ട് ആണെന്ന് ആ കുട്ടിക്ക് തന്നെ ഒരു സ്വയം തോന്നലുണ്ടാവും. അതുപോലെ തന്നെ ഹാപ്പിനെസ് ഉള്ള കുട്ടി, ആ കുട്ടിക്ക് മെയിൻ ആയിട്ട് ആളുടെ കോൺഫിഡൻസ്, വിശ്വാസം, അതുപോലെ തന്നെ സഹാനുഭൂതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കുട്ടിയിൽ വർദ്ധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി റിലേഷൻഷിപ്സ്, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്, അതുപോലെ പോസിറ്റീവ് ഇമോഷൻസ്, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ മെമ്മറി, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആ കുട്ടിക്ക് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി നല്ലൊരു ബെറ്റർ അക്കാഡമിക്, അതായത് അക്കാഡമിക്കിൽ നന്നായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫിൽ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കുട്ടീനെ ലൈഫിൽ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഫാമിലി, സെക്കൻഡ് സ്കൂൾ, തേർഡ് വൺ നമുക്ക് സൊസൈറ്റി പറയാം. അപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു കുട്ടി
നല്ലൊരു ഫാമിലിയിൽ നിന്ന് വരെ കുട്ടിയാണ്. ഇപ്പോ നല്ല കെയറിങ് ആയ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, സിബ്ലിങ്സ് ഇങ്ങനെയൊക്കെ ഉള്ളത് വരെയാണെങ്കിൽ ആ കുട്ടി നന്നായിട്ട് നല്ലൊരു എൻവയോൺമെന്റിൽ നിന്നാണ് കുട്ടി വരണമെങ്കിൽ ആ കുട്ടി പേഴ്സണൽ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ കുട്ടിക്ക് പഠിക്കാനായാലും പുറത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായാലും എല്ലാത്തിലും ആ കുട്ടി ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. ആ കുട്ടിക്ക് മെന്റൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടുതലായിരിക്കും. ആ സമയം ആ കുട്ടിയുടെ വീട്ടില് ഇഷ്യൂസ്, ഇപ്പൊ പാരന്റ്സ് തമ്മിൽ, അപ്പനും അമ്മയും തമ്മിലൊക്കെ വഴക്ക്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള വഴക്ക്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുട്ടി മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും. സ്കൂളിൽ പോയാലും ആ കുട്ടി പഠിക്കാനായാലും ഫ്രണ്ട്സുകളായിട്ട് ഇടപെടാനൊക്കെ ആയാലും ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഹാപ്പിനെസ് എന്ന് പറയുന്ന കുട്ടികളിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താരെ സെമീൻ പർ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ഹിന്ദി സിനിമ, അതില് ഫാമിലി സിറ്റുവേഷൻ അല്ല, ആ കുട്ടിക്ക് ഒരു വീക്ക് പോലെ, ഒരു അസുഖം പോലെയാണ് ശരിക്കും. പക്ഷെ ആ കുട്ടി ഭയങ്കര വീക്കാണ്. ആ സിനിമയിൽ നമുക്ക് കാണാം. ആ കുട്ടിയാണ് മെയിൻ കഥാപാത്രം. ആ കുട്ടി ഭയങ്കരമായിട്ട് പഠിക്കാനായാലും വീട്ടിലെ എല്ലാവരായിട്ട് ഇടപെടാനൊക്കെ ഭയങ്കര വീക്കാണ്. ലാസ്റ്റ് അമീർ ഖാൻ വന്ന് ആ കുട്ടീനെ പേഴ്സണലായിട്ട് കണ്ട് അങ്ങനെയാണ് ആ കുട്ടി ഒന്ന് ആക്റ്റീവ് ആവുന്നത്. അപ്പൊ എപ്പോഴും ഒരു വീക്കായ കുട്ടി, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത കുട്ടി സ്വയം സെക്യൂർ ആയിട്ട് തോന്നില്ല. അതുപോലെ ഒരു റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കും. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണ്. നെക്സ്റ്റ് വൺ, social emotional happiness plays a significant role in children's development and well-being that are positive effects. അതായത് സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിഗ്നിഫിക്കന്റ് റോളാണ്. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബെറ്റർ റിലേഷൻഷിപ്സ്. Children with high social emotional happiness tend to form stronger, more positive relationship with family, friends and caregivers. അതായത് നല്ലൊരു ഹാപ്പിനെസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ആ കുട്ടി മെയിൻ ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ആ കുട്ടി കാപ്പബിൾ ആയിരിക്കും. സെക്കൻഡ് വൺ, ഇംപ്രൂവ്ഡ് ഇമോഷണൽ റെഗുലേഷൻ. They develop better emotional regulation skills, managing stress, anxiety and other emotions more effectively. അതായത് ഹാപ്പിനെസ് ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മെയിൻ ആയിട്ട് ഇമോഷൻസ്, അതായത് നമ്മുടെ പലതരത്തിലുള്ള ഇമോഷൻസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ടെൻഷനൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പലതരത്തിലുള്ള ഇമോഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് കാപ്പബിൾ ആയിരിക്കും. തേർഡ് വൺ, increased resilience. Children with social emotional happiness are more likely to bounce back from challenges, setbacks and failures. അതായത് ഇപ്പൊ ചില കുട്ടികള് ചില തോൽവികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോരാനായിരുന്നു, പുറത്തു കിടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള തോൽവികള്, ചലഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ആ കുട്ടി എപ്പോഴും സന്നദ്ധനായിരിക്കും. നെക്സ്റ്റ് വൺ, enhanced social skills. They develop essential social skills such as communication, empathy and cooperation. അതായത് സാമൂഹ്യപരമായിട്ടുള്ള സ്കിൽസ് ആ കുട്ടിക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, സഹാനുഭൂതി ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഷ്യലായിട്ട് നിങ്ങൾക്ക് കോപ്പറേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് സഹായിക്കും. ലാസ്റ്റ് വൺ, അക്കാഡമിക് പെർഫോമൻസ്. Social emotional happiness can positively impact academic performance as children are more motivated, focused and engaged. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ആ കുട്ടി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കും. ആ കുട്ടിക്ക് നന്നായി ഫോക്കസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കും. മോർ എൻഗേജ്ഡ് ആയിരിക്കും. മറ്റുള്ള പിള്ളേരെക്കാളൊക്കെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തുള്ള പ്രവണതയായിരിക്കും. അപ്പൊ ബെറ്റർ ആയിട്ടുള്ള അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക്, സപ്പോർട്ടിങ് സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ് ഇൻ ചിൽഡ്രൻ. എങ്ങനെയാണ് സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ് കുട്ടികളിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നർച്ചറിങ് റിലേഷൻഷിപ്സ്. പ്രൊവൈഡിങ് എ സപ്പോർട്ടീവ് ലവിങ് എൻവയോൺമെന്റ് വിത്ത് പോസിറ്റീവ് റോൾ മോഡൽസ്. അതായത് ആ കുട്ടിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ നല്ല റോൾ മോഡൽസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആ കുട്ടിക്ക് കൊടുക്കാം. സെക്കൻഡ് വൺ, ഇമോഷണൽ വാലിഡേഷൻ. Recognize and validate children's emotions, teaching them to manage and regulate their feelings. അതായത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. ചില കുട്ടികൾക്ക്, ഇപ്പൊ എന്റെ ഒരു പരിചയത്തിലേക്കുള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ വെറുതെ ഗെയിംസ്, കസാര കളിയൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി ജയിച്ച അനീതി ആണെങ്കിൽ ലാസ്റ്റ് അനീതി ജയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഭയങ്കരമായിട്ട് കരയും.
അതായത് ആ ചെറിയൊരു തോൽവി പോലും മീൻസ് ഒരു ഫെയിലിയർ പോലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചില കുട്ടികളിൽ ചെറുപ്പത്തിൽ പറ്റുക. നമ്മള് പാരന്റ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഓരോ സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് കുട്ടികളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. തേർഡ് വൺ, സോഷ്യൽ സ്കിൽസ് ഡെവലപ്മെന്റ്. എൻകറേജ് സോഷ്യൽ ഇന്ററാക്ഷൻസ്, റോൾ പ്ലേയിങ് ആൻഡ് എംപതി ബിൽഡിംഗ് ആക്ടിവിറ്റീസ്. അതായത് സാമൂഹ്യപരമായിട്ടുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് ആ കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ റോൾ പ്ലേയിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ സഹാനുഭൂതി ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാം. ലാസ്റ്റ്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. ഫോസ്റ്റർ എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, പ്രൈസിങ് എഫേർട്ട്, പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. അതായത് ഇപ്പോ ചില കുട്ടികൾ ഇപ്പൊ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്താൽ, ഇപ്പൊ ആ കുട്ടി ഒരു കാര്യം ചെയ്തു, ഒരു ഡ്രോയിങ് ചെയ്തു, അത് നന്നായി ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടീനെ അപ്രിഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ആ കുട്ടിക്ക് ഒന്നും കൂടി ഒരു എൻകറേജ്മെന്റ് വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് ഒരു പോസിറ്റീവായിട്ട് തരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്, നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് ലോ സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ്. അടുത്തത്, ഇപ്പൊ സോഷ്യൽ ഇമോഷണൽ ആയ ഹാപ്പിനെസ് കുറവാണെങ്കിൽ, തീരെ കുറവാണെങ്കിൽ അതിന് നെഗറ്റീവ് എഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഫസ്റ്റ് വൺ, ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്. നേരത്തെ പറഞ്ഞ പോസിറ്റീവിന് സെയിം ഓപ്പോസിറ്റ് ആണ്. ചിൽഡ്രൻ മേ എക്സ്പീരിയൻസ് ഇൻക്രീസ്ഡ് ആൻസൈറ്റി, ഡിപ്രഷൻ ഓർ അതർ ഇമോഷണൽ ചലഞ്ചസ്. അതായത് ഹാപ്പിനെസ് കുറവായ കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടുതലാണെങ്കിൽ അവർക്ക് ഓരോ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കൂടുതലായിരിക്കും. പക്ഷെ ഹാപ്പിനെസ് കുറവാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെ ചലഞ്ചസ്, പലതരത്തിലുള്ള ഇമോഷൻസ് ഫേസ് ചെയ്യാനായിട്ട് ആ കുട്ടി ഭയങ്കര വീക്ക് ആയിരിക്കും. സെക്കൻഡ് വൺ, സോഷ്യൽ സ്ട്രഗിൾസ്. They may have difficult forming and maintaining relationships, leading to social isolation or conflict. അതായത് ഹാപ്പിനെസ് കുറവായ കുട്ടി സോഷ്യലായിട്ട് സാമൂഹ്യപരമായിട്ട് ഒരു റിലേഷൻഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് അതൊക്കെ ഭയങ്കര വീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ആ കുട്ടി സാമൂഹ്യപരമായിട്ട് ഒറ്റപ്പെടലായിട്ട് നിൽക്കായിരിക്കും, അല്ലെങ്കിൽ തർക്കങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തേർഡ് വൺ, ബിഹേവിയറൽ ഇഷ്യൂസ്. Low social emotional happiness can contribute to behavioral problems such as aggression, withdrawal or attention seeking. അതായത് ചില കുട്ടികളിൽ ബിഹേവിയറൽ ഇഷ്യൂസ്, പെരുമാറ്റ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇമോഷണൽ ഹാപ്പിനെസ് കുറവാണെങ്കിൽ അവരിൽ മെയിനായിട്ട് അഗ്രഷൻ, ദേഷ്യം, അതുപോലെ പിൻവാങ്ങല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, ഡിക്രീസ് അക്കാഡമിക് പെർഫോമൻസ്. Children may struggle with motivation, focus and engagement, leading to poor academic outcomes. നേരത്തെ പറഞ്ഞ സെയിം ഓപ്പോസിറ്റ് ആണ്. അതായത് കുട്ടികളിൽ ഇത് ഭയങ്കര കുറവാണെങ്കിൽ, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ കുറവാണെങ്കിൽ അവർ ഒട്ടും ഫോക്കസ് ആയിരിക്കില്ല. അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരൊട്ടും മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും, അക്കാഡമിക് പെർഫോമൻസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ലാസ്റ്റ് കൺക്ലൂഷൻ, by promoting social emotional happiness in children, we can help them develop essential life skills, build strong relationship and achieve their full potential. സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഇമോഷൻ നമുക്ക് കുട്ടികളിൽ നന്നായി പ്രൊമോട്ട് ചെയ്താൽ നമുക്ക് അവരെ നന്നായി ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ്, അവരുടെ സ്കിൽസ്, അതുപോലെ ബെറ്റർ റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. ആ സമയം സോഷ്യൽ ഇമോഷണൽ ഹാപ്പിനെസ് കുട്ടികൾ വളരെ കുറവാണെങ്കിൽ അവരിൽ പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇമോഷണൽ ഹാപ്പിനെസ് കുറവാണെങ്കിൽ ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു കുട്ടീനെ നല്ലൊരു എൻവയോൺമെന്റിൽ, മെയിൻ ആയിട്ട് നമ്മൾ ഫാമിലി എന്നാണ് ആദ്യം കുട്ടി വരുന്നത്, ഫാമിലി, ദെൻ സ്കൂൾ, ദെൻ സൊസൈറ്റി. അപ്പൊ 3 എൻവയോൺമെന്റ് ആ കുട്ടി നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും ആ കുട്ടിയിൽ ഒരു ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. അപ്പൊ ഫാമിലി ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് ടീച്ചേഴ്സ്. അപ്പോ ആ കുട്ടിക്ക് ആ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് കുട്ടി കൂടുതലായിട്ട് തോന്നി കഴിഞ്ഞാൽ കുട്ടി ഭയങ്കരമായിട്ട് സെക്യൂർ ആയിരിക്കും, ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ഒക്കെ ആയിരിക്കും, ഫോക്കസ് ഒക്കെ ആയിരിക്കും. അപ്പൊ എപ്പോഴും സോഷ്യൽ ഇമോഷൻ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കാം. താങ്ക് യു മാം. നന്നായിരുന്നു അശ്മി, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. താങ്ക് യു മാം. അഞ്ജലി ഇല്ലാലോ? ഓക്കെ, നമ്മള് നെക്സ്റ്റ് മൂവ് ആവുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇമോഷണൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഫസ്റ്റ് വരുന്നത് സേഫ്, ലവ് ആൻഡ് സെക്യൂരിറ്റി. നമ്മൾ കുട്ടികളിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇമോഷണൽ നീഡ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ലവിങ് ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്.
നല്ല രീതിയിൽ കുട്ടികൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഫീൽ അവർക്ക് വരും. These are the two main factors which contribute the healthy growth of the mind. നമ്മുടെ മൈൻഡിന്റെ ഹെൽത്തി ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് in the love of security. It is necessary for the child to have a feeling of being wanted and required by others, a safe feeling that he or she has been certain place in the family and the society. So, ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും ആ കുട്ടി ഫാമിലിയിൽ വേണ്ടതാണ്, വാണ്ടഡ് ആണ്, റിക്വയർഡ് ആണ്, ഇതേപോലെ ഒരു സേഫ് ഫീലിംഗ് ആണ് നമ്മൾ വേണം. നമുക്കൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മുടെ ഫാമിലിയിലായാലും സൊസൈറ്റിയിലായാലും അവനേതായ സ്പേസ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് തന്നെ അവന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പാരന്റ്സ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഓൺ ദ പാർട്ട് ഓഫ് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് together with a proper guidance whenever required. നമ്മൾ എപ്പോഴും കുട്ടികൾ മനസ്സിലാക്കുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പേഷ്യൻസ് ഉള്ള പാരന്റ്സും ടീച്ചേഴ്സും ആകണം. ഓക്കെ, ഇങ്ങനെയാണ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പേഷ്യൻസ് ഉള്ള ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഉള്ള പാരന്റ്സ് ആയിരിക്കണം. അതേപോലെ തന്നെ ടീച്ചേഴ്സും അതേപോലെയാണ്. ഇനി അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണ്ടതാണെങ്കിൽ അവിടെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ തിരുത്തി കൊടുക്കണം. കോൺട്രിബ്യൂട്ട് സ്ട്രോങ്ലി ഇൻ ഡെവലപ്പിംഗ്. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കാരണമാകുന്നു, അവർക്ക് പോസിറ്റീവ് ഇമേജ് ബിൽഡ് ചെയ്യാൻ കാരണമാകുന്നു, ഇമോഷണൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൽഫ് കൺട്രോൾ ഇൻ ചൈൽഡ്, കുട്ടീനെ തന്നെ കൺട്രോൾ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനും വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് എന്ത്? ലവ് ആൻഡ് സെക്യൂരിറ്റി. അപ്പോ ഇത് ശരിക്കും നെസസറി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നതാണ് ലവ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത്. ഫാമിലി ആൻഡ് സൊസൈറ്റി കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ലവ് ആൻഡ് സെക്യൂരിറ്റി. നമുക്ക് നമ്മുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി അത് ആര് പ്രൊവൈഡ് ചെയ്യണം? നമ്മുടെ സൊസൈറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യണം. സെക്യൂർഡ് ആയിട്ട് ഒരു ഫീൽ ചെയ്യണം. ഒരു സൊസൈറ്റിയിൽ ഓക്കെയാണ്, അവിടെ എല്ലാം സേഫ് ആണ് എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റൈറ്റ് സൊസൈറ്റിക്ക്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന സൊസൈറ്റി സേഫ് ആണോ? അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നിർത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കിലേക്ക് ടച്ച് ചെയ്യാത്തത്. സോ ഇങ്ങനെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ല പേഷ്യൻസ് ഉള്ള ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡുള്ള ടീച്ചേഴ്സും പാരന്റ്സിനും നല്ല രീതിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്ത് അവർക്ക് സ്ട്രോങ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? കോൺട്രിബ്യൂട്ട് സ്ട്രോങ്ലി ഇൻ ഡെവലപ്പിംഗ് സെൽഫ് കോൺഫിഡൻസ്, എ പോസിറ്റീവ് സെൽഫ് ഇമേജ്, ഇമോഷണൽ സെക്യൂരിറ്റി, അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ സൊസൈറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻ ചൈൽഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻഡിപെൻഡൻസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന അടുത്തൊരു ടോപ്പിക് ആണ്. കുട്ടികൾ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ടാസ്കുകൾ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ് ആ കാര്യം. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ ടാസ്കുകൾ, അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? അവർ അസൈൻ ചെയ്യണം. അവരുടെ ഏജിനനുസരിച്ച് ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്ത് കൊടുക്കാം. ഒരു കുട്ടിക്ക് ഒരു വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് ആണ്, അത് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാൻ ഓക്കെ, അതിനുള്ള ഏജ് ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ ചെയ്യണം. നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുത്ത് തന്നെ അവർ ശീലിപ്പിക്കണം. കാരണം നമ്മളെപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് അവരെ അലൗ ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മളാണ് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ആവുക? ആ കുട്ടിക്ക് ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ കാര്യവും ചെയ്തു കൊടുക്കാൻ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അവരെ അങ്ങനെയായിട്ട് മടിയന്മാരായിട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തണം. ശരിക്കും പറഞ്ഞ ഈ അമ്മമാരാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അമ്മമാരാണ് കുട്ടികളെ ഓവറായിട്ട് കെയർ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാ? അമ്മമാരെ മാക്സിമം എന്ത് ചെയ്യണം? അജിത മ്യൂട്ട് ആയിക്കോട്ടെടാ. അജിത മ്യൂട്ട് ആവാൻ നോക്കോടാ. ഓക്കെ, നമ്മള് ഇൻഡിപെൻഡൻസ്
Depending upon their ability, children should be permitted to think independently and carry out the task, of course, under the adult supervision. നമ്മുടെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യുകയും അവർ അവരുടേതായ ടാസ്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യണം കുട്ടികളെ. നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം, വേണ്ടെന്നല്ല, എന്നാലും നമ്മൾ അവരെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ടാസ്കുകൾ ചെയ്യണം. ദിസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് കോൺഫിഡൻസ് ഇൻ ചൈൽഡ്. കുട്ടികളിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? കാരണമാകുന്നുണ്ട്. വന്നിട്ട് ഓക്കെ, ഈ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻഡിപെൻഡൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. ഈ കുട്ടി വളർന്നു വരുന്ന സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ എൻവയോൺമെന്റ് ആവട്ടെ, ഇമോഷണൽ എൻവയോൺമെന്റ് ആവട്ടെ, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഡീൽ ചെയ്തതാണ് അല്ലെ. 3rd യൂണിറ്റ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറഞ്ഞത്. ജസ്റ്റ് എന്നാലും ഒന്ന് പറഞ്ഞു പോവാണ്. എ ഹെൽത്തി സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് is necessary for the smooth and healthy environment development of the child. Emotional development of the child. ഒരു കുട്ടിയുടെ ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് എന്ത്? സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. വാട്ട് എ ചൈൽഡ് സീ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഒരു കുട്ടി എന്താണ് കാണുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു കുട്ടി ഡ്രഗ്നെസ്, ക്യൂറൽസ് അറ്റ് ഹോം, racial, class discrimination, anti-social activities, and violence in the society, and in the feeling of frustration, objection, fear, and non-adjustment in child. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത്. ഡ്രഗ്നെസ് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപാനം, അങ്ങനെ ലഹരി ഉപയോഗങ്ങൾ, പിന്നെ വീട്ടിലുള്ള കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, കുട്ടികൾ വയലൻസ് ഒക്കെയാണ് കുട്ടികൾ കാണുന്നതെങ്കിൽ എന്താണ് അങ്ങനെ കണ്ടു വളർന്നു വരുന്ന കുട്ടികൾ ഒട്ടും എന്താണ് സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ആവില്ല. മേ ബി അവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് കുട്ടികൾ നയിക്കാനായിട്ട് കാരണമാവും. നമ്മൾ എപ്പോഴും കുട്ടി എന്ത് കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ ആണ് കുട്ടി കാണുന്നതെങ്കിൽ അത് എന്താ പറയാ, അങ്ങനെ ഒരു എൻവയോൺമെന്റിലാണ് കുട്ടി വളർന്നു വരുന്നതെങ്കിൽ അത് ആ ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ്, ഇമോഷണൽ ആവട്ടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും കുട്ടി എന്താണ് കാണുന്നതെന്ന് നമ്മുടെ പാരന്റ്സ്, ടീച്ചേഴ്സും എന്തായിരിക്കണം? കോൺഷ്യസ് ആയിരിക്കണം. ഒരു കാരണവശാലും അവരുടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കാനായിട്ട് പാടില്ല അല്ലെ. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? കാണിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അജിത ഒന്ന് നോക്കാണ്, എന്തെങ്കിലും സംസാരിക്കുകയാണോ? ഓക്കെ, വേറെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ എല്ലാവർക്കും എന്താണ് അതിനെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? ഓൺ ആവുന്നതാണ്, ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ഞാൻ എല്ലാവരും സൗണ്ടും ലോ ആക്കി വെക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് മേ ബി അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് സൗണ്ട് ലോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്, ആ 3 നീഡ്സ് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
ഓക്കെ, റീഡ് ചെയ്തോ എല്ലാവരും? ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് മൂവ് ആകുന്നത്. ടോപ്പിക്കിന്റെ പേര് നീഡ്സ്, ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. നമ്മൾ മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി, മേ ബി ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി കേട്ടിട്ടുണ്ടോ തിയറി? നീഡ്സിന് നമ്മൾ ഒരു ഹൈറാർക്കി പോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മാസ്ലോ പറയുന്നത്, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തി നീഡ്സിന് നമ്മൾ 5 നീഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തേതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ്? അതിലാണ് എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പിംഗ്, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ ഒക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരിക. നെക്സ്റ്റ് നീഡാണ്, നമ്മൾ ഒരു സ്റ്റെപ്പ് ചേർന്നത് പോലെയാണ്. അപ്പൊ നെക്സ്റ്റ് നീഡ് എന്താണ്? സേഫ്റ്റി നീഡാണ്. ഒരു വ്യക്തിക്ക് പേഴ്സണൽ സേഫ്റ്റി വേണം, എംപ്ലോയ്മെന്റ് വേണം, റിസോഴ്സ് വേണം, ഹെൽത്ത് വേണം. ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? സേഫ്റ്റി നീഡ്സിലാണ്. ദെൻ തേർഡ് നീഡ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡാണ്. ബിലോങ്നെസ് നീഡ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ നമുക്ക് വേണ്ടേ? ഒരു ലവ് നീഡ് എന്ന് പറയുന്നത് നമ്മളിതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡാണ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്. ദെൻ എക്സ്റ്റീം നീഡ്, ഫോർത്ത് നീഡ് എന്താണ്? സെൽഫ് എക്സ്റ്റീം നീഡ് എന്നും എക്സ്റ്റീം നീഡ് എന്നൊക്കെ പറയും. സെൽഫ് റെസ്പെക്ട്, സെൽഫ് എക്സ്റ്റീം, സ്റ്റാറ്റസ്, റെക്കഗ്നൈസേഷൻ, സ്ട്രെങ്ത്, നോർമലായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് എക്സ്റ്റീം നീഡ്സിൽ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ എന്താ പറയാ സെൽഫ് ആക്ച്വലൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ the desire to become the most that one can be. ഒരു വ്യക്തിക്ക് ആരായി തീരാൻ പറ്റും, അതാണ് ഇവിടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡില് വരുന്നത്. ഞാനിപ്പോ പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിന്റെ പോയിന്റ് ഓഫ് വ്യൂല്, ഇപ്പൊ മുതിർന്ന ഒരു വ്യക്തിയുടെ അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിതൊരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കാം. ഓക്കെ, ഒരു കുട്ടിയുടെ ഒരു ഇതിലാണ് നമ്മൾ പറയുന്നത്. സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് റെസ്റ്റ് ആണ് കുട്ടിക്ക് പ്രോപ്പറായിട്ട് വേണ്ടത്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്, പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഫിസിയോളജിക്കൽ നീഡ് ഞാൻ റീഡ് ചെയ്തിട്ട് മിസ്റ്റേക്ക് ചെയ്തതാണ്. ഫുഡ് വേണം, പ്രോപ്പറായിട്ടുള്ള ഫുഡ് വേണം, പ്രോപ്പറായിട്ട് വാട്ടർ വേണം, പ്രോപ്പറായിട്ട് ഷെൽട്ടർ വേണം, റെസ്റ്റ് വേണം. ദെൻ സേഫ്റ്റി ആണ്, ഹെൽത്ത്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. നമ്മൾ ഹെൽത്ത് വേണം, കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഹെൽത്ത് വേണം, സെക്യൂരിറ്റി അവര് സേഫ് ആണ്, സേഫ്റ്റി, ഇതെല്ലാം
വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ച്. ബിലോങ്നെസ് നീഡിലാണ് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ്, സെൻസ് ഓഫ് കണക്ഷൻ, ഇൻക്ലൂഷൻ, ആ ഒരു ഇന്റിമസി ഒക്കെ വരുന്നത് ഇവിടെയാണ്. ദെൻ ഫോർത്ത് നീഡിലേക്ക് വരാണ് ഫീൽ ഓഫ് കംപ്ലീഷ്മെന്റ്, കോംപ്ലിറ്റന്റ്. നമ്മള് അവരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അവരെ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സെൽഫ് എക്സ്റ്റീവ് ഫീൽ തോന്നും. അതാണ് ഫീൽ ഓഫ് അക്കംപ്ലിഷ്മെന്റ്. ദെൻ വരുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവൻ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നത് സെൽഫ് എക്സ്റ്റീവ് എന്ന് പറയും. അവന്റെ എന്താ പറയാ, അവൻ എന്താണോ ആയി തീരുന്നത് ആയി മാറുന്ന ആ ഒരു സ്റ്റേജ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മേ ബി എന്തായിരിക്കും, നിങ്ങൾ ടീച്ചറായിട്ട് മാറായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യാം, നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആണോ, ഓക്കെ. സേഫ്റ്റി, നമുക്ക് ഹോമും അതേപോലെ ഫിനാൻഷ്യൽ സേഫ്റ്റി ഒക്കെ ഉണ്ടോ, ഓക്കെയാണ്. ലവ് ആൻഡ് ബിലോങ്നെസ്, നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആൾക്കാരുണ്ടോ, ഓക്കെ, അതും ഓക്കെയാണ്. സെൽഫ് എക്സ്റ്റീം, മേ ബി നമ്മള് എന്താ പറയാ, ഞാൻ സെൽഫ് റെസ്പെക്ട് പറയാം. എക്സ്റ്റീമിന്റെ കേസിൽ സെൽഫ് റെസ്പെക്ട്, ഇപ്പൊ നമ്മള് ടീച്ചേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ സെൽഫ് റെസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു റെസ്പെക്ട് ഉണ്ട്. അതേപോലെ മറ്റുള്ളവർ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടാണ്. ഓക്കെ. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ആയി തീരുന്ന ആ ഒരു നീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നമ്മളുടെ ടെസ്റ്റില്? ഈ ഒരു സൈഡിലായിട്ട് ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഒന്ന് നോക്ക് കേട്ടോ. നോക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണ്. അപ്പൊ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇതിന്റെ ഓർഡർ ആണ് കേട്ടാ. എന്താണ് മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കിയുടെ ഓർഡർ അറേഞ്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഓർഡറിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ അല്ലേ? അത് ഓർഡർ എപ്പോഴും കറക്റ്റ് ആയിട്ട് താഴത്തുനിന്ന് മേലേക്കാണ് ഓർഡർ. 1 എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ നീഡ്, 2 എന്ന് പറയുമ്പോൾ സേഫ്റ്റി നീഡ്, 3 എന്ന് പറയുമ്പോൾ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, 4 എന്ന് പറയുമ്പോൾ എക്സ്റ്റീം നീഡ്, 5 സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ആ നമ്പർ നിങ്ങൾ ഇപ്പൊ തന്നെ അവിടെ പോയിന്റ് ചെയ്തോ. ഓക്കെ അല്ലേ? താഴത്തുനിന്നാണ് മുകളിലേക്ക് പോകുന്ന ഓർഡർ കേട്ടോ. ആ ഓർഡർ എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് needs of hierarchyയിലേക്ക് വരാണെങ്കിൽ we have seen in that the children have different needs. നമുക്ക് കുട്ടികൾക്ക് പല നീഡ്സുകൾ കണ്ടു. Some of these are physiological requirement which are essential to survive. ഇതിൽ ചിലത് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്സ് ആണ്. ഇത് കുട്ടികൾ സർവൈവ് ചെയ്യാൻ എസെൻഷ്യൽ ആയിട്ട് വേണ്ട നീഡ്സ് ആണ്. These are also called primary requirements and include the need for satisfying hunger and thirst. ദാഹം, വിശപ്പ്, ഇതെല്ലാം പ്രൈമറി റിക്വയർമെന്റ്സ് ആണ് കുട്ടീനെ സംബന്ധിച്ച്. ഇതെല്ലാം ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നുണ്ട്.
നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സേഫ്റ്റി നീഡ്സ് ഫുൾഫിൽ ചെയ്യാനാണ്. When these needs are fulfilled, the child look towards satisfying her safety needs. Then നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കുന്നത് എന്താണ്? സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ഇൻ ദ ഹയറാർക്കി സേഫ്റ്റി നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നീഡ് എന്താണ്? ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ആണ്. ദ നെക്സ്റ്റ് ഇൻ ദ ഹയറാർക്കി ആർ ലവ് നീഡ്സ് സച്ച് ആസ് നീഡ് ഫോർ അഫെക്ഷൻ ഒക്കെയാണ് എന്തിൽ വരുന്നത്? ലവ് നീഡ്സിൽ വരുന്നത്. At the next level, the need for esteem and belongingness വരും. നമ്മൾ esteem നീഡിലേക്ക് വന്നു. These consist social emotional needs. ഇത് esteem need എന്ന് പറഞ്ഞാൽ social emotional need ആയിട്ടാണ് പറയുന്നത്. And finally comes the need for self-actualization, need to achieve one's potential and to do creative work. അപ്പോൾ then വരുന്ന need ആണ് self-actualization. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തിയുടെ കഴിവുകൾ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്, അദ്ദേഹം അവരുടെ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച്, അത് മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് ഏത് നീഡ് ഡീൽ ചെയ്യുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. The diagram below show the exact idea of the hierarchy of needs. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം എക്സ്ട്രാക്ട് ഐഡിയ ഈ ഒരു നീഡിന്റെ ഹierarchy of needs നെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും. ഞാൻ നീഡ് പറഞ്ഞിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് വായിക്കാൻ പോയത്. Only when the needs one level satisfied. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ലെവൽ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനും ആ ലെവൽ സാറ്റിസ്ഫൈ ചെയ്യാൻ, ഹയർ ലെവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. Only when the need at one level are satisfied that a child can act to satisfy the next higher level needs. ഒരു ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് സേഫ്റ്റി നീഡിലേക്ക് മൂവ് ആവുള്ളൂ. സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ബിലോങ്നെസ് നീഡ്സിലേക്ക് പോകുള്ളൂ. ബിലോങ്നെസ് നീഡും സാറ്റിസ്ഫൈ ചെയ്താലാണ് ദ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് ഓർ എക്സ്ട്രീം നീഡിലേക്ക് പോകുള്ളൂ. ദെൻ ഏറ്റവും ലാസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോ ഇതിൽ പഠിക്കേണ്ടത്, മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഈ ഒരു ഓർഡർ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വീക്കോട് കൂടി ഈ ഒരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നമ്മൾ പാർട്ട് 2-ല്, പാർട്ട് 1-ലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അല്ലേ? എന്റെ എല്ലാം കിട്ടിയില്ലേ? കോമൺ ചൈൽഡ് ഡിസീസ്, ഫസ്റ്റ് എയ്ഡ്, ചൈൽഡ് വെൽഫെയർ, MCQ കിട്ടിയില്ലേ? കിട്ടി മാം. ഒരു മിനിറ്റ് കേട്ടോ, സോറി, ഞാൻ മ്യൂട്ട് സൗണ്ട് കുറച്ചിട്ടിരിക്കുകയാണ്. എല്ലാം കിട്ടിയിട്ടുണ്ട്. പാർട്ട് 2-ല് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് കംപ്ലീറ്റ് ആവാനുണ്ട്? നീഡ് ഒഴികെ സംസാരിച്ചോ? എഡ്യൂക്കേഷണൽ സൈക്കോളജി. അത് മാത്രമേ ഉള്ളൂ? അത് ജിഷ് ടീച്ചർ അല്ലേ എടുക്കുന്നേ? ഒരു ക്ലാസ്സും കൂടി മതി തോന്നുന്നു ജിഷ് ടീച്ചർക്ക്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി. അതില് എന്റെ ചൈൽഡ് ഡെവലപ്മെന്റിന് 4 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? സോ 4 അല്ലല്ലോ, ഞാൻ 3 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, 3 ക്വസ്റ്റ്യൻ കിട്ടിയോ? കിട്ടിയതിന് ഓക്കെ ആണ്. ചെയ്തൊക്കെ നോക്കി? ക്വസ്റ്റ്യൻസിലൊന്നും ഡൗട്ട് ഒന്നും ഇല്ല? ഓക്കെ. ഇനി നീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നെക്സ്റ്റ് വീക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ ഒരു പീരിയോഡിക്കൽ എക്സാം എക്സ്പെക്ട് ചെയ്യണം. കാരണം പാർട്ട് 1-ന്റെയും പാർട്ട് 2-ൽ നിന്നും പിന്നെ നമ്മൾ പഠിച്ച ഇംഗ്ലീഷിന്റെ പോർഷൻസ് എത്ര വരെയാണ് നിങ്ങൾ കവർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഫസ്റ്റ് പീരിയോഡിക്കൽസ് പോലെ, എന്നുവെച്ചാല് ഫസ്റ്റ് ടേം എക്സാം പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. ഒന്നും കൂടെ റിവൈസ് ഒക്കെ ചെയ്യാം കേട്ടോ എല്ലാവരും. ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നതാണ്. നിങ്ങൾ ആരും അങ്ങോട്ട് ചോദിക്കേണ്ട, ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വിടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞത്, എക്സാമിന്റെ കാര്യം പറഞ്ഞത്. നീഡ്സിന്റെ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇട്ടേക്കാം. നെക്സ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങാം, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന എന്തിനാ വേണ്ടിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൻ എക്സാം ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിക്ക് മുമ്പ് വന്നിട്ടുള്ള എക്സാമുകളുടെ മെയിൻ എക്സ്ട്രാ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പീരിയോഡിക്കൽസ് ഇടുന്നത്. ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും കവർ ചെയ്യും. ഓക്കെ,
അപ്പോ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റേണൽ മാർക്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടൊന്നല്ല, നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഒരു എക്സാം നിങ്ങൾ ഫസ്റ്റ് അല്ല മെയിൻ എക്സാം എഴുതാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി അവിടെ വരുന്ന ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് എല്ലാ കുട്ടികളും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. മേ ബി നൈറ്റോ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിലായിരിക്കുള്ളൂ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാസ്സിന് അത് ഡിസ്റ്റർബ് ആവില്ല, ക്ലാസ് ഉണ്ടാകും, നൈറ്റ് ആയിരിക്കണം എക്സാം കണ്ടക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന എക്സാമേ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിന് ചെയ്യുന്ന പോലെ ഓപ്ഷൻസ് തന്നിട്ടായിരിക്കുമോ അതോ ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മൾ എഴുതണോ? നിങ്ങൾ എഴുതേണ്ട ഓപ്ഷൻസ് ആണ്, MCQ തന്നെയാണ് ഇപ്പൊ എക്സാമിന്. ഓക്കെ അല്ലേ? മെയിൻ എക്സാം അങ്ങനെയായിരിക്കും മിസ്. എക്സാമും അങ്ങനെ തന്നെയാണ്. മിസ് ഒരു സംശയം എന്തുവാന്ന്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ മോക്ക് ടെസ്റ്റ് ഇടുമ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യുന്നത് സമയം വല്ലതും ഉണ്ടോ അങ്ങനെ? ഇതിന് സമയമുണ്ട്, കറക്റ്റ് ടൈം ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. അതിനുള്ളിൽ ടൈമിൽ സബ്മിറ്റ് ചെയ്യണം. വീഡിയോ ഓൺ ആക്കണം എന്നാണ് എൻ്റെ ഒരു, ഞങ്ങളല്ല വാല്യുവേഷൻ ഇരിക്കുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് സ്റ്റാഫുകളാണ്. അതിന് വേണ്ടിയിട്ട് എക്സാം ഉണ്ട്, എക്സാമിന്റെ ടീം ഉണ്ട്, അവരാണ് വാല്യുവേഷൻ ഇരിക്കുന്നത്. സോ അപ്പോൾ മുമ്പ് വീഡിയോ ഓൺ ആക്കണമായിരുന്നു, ടീച്ചേഴ്സ് തന്നെയായിരുന്നു വാല്യുവേഷൻ ഇരുന്നത്. ആ സമയത്ത് വീഡിയോ ഓൺ ആക്കും, നമ്മൾ വീഡിയോ ഓൺ ആക്കി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാറ്. സമയത്ത് നിങ്ങൾ ഫ്രോഡൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. മുമ്പ് ഫ്രോഡൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്, അപ്പൊ ഫ്രോഡൊന്നും കാണിക്കരുത്. അപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം മോണ്ടിസോറി നമ്മൾ പഠിച്ചത്. സോ നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം എക്സാം എഴുതിയാൽ മതി, വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നെ എല്ലാവരും മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. റെക്കോർഡ് ക്ലാസ് കാണുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് മാറിയൊന്നും നിൽക്കണ്ട. ടൈം ഉണ്ട്, 2-3 വീക്സ് എങ്കിലും ഉണ്ട് എക്സാമിന്. നല്ല രീതിയിൽ ഒന്നും കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. വീണ്ടും മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. വീണ്ടും ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, ഒന്നും കൂടി റീഡ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോ ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? നിങ്ങൾ റെഡി ആണോ സൈൻ ഔട്ട് പറയാൻ? ഓക്കെ, നിങ്ങൾ ഭയങ്കര മടിയന്മാരായി പോവാറുണ്ടോ? സൈൻ ഇൻ ഇല്ല, സൈൻ ഔട്ട് ഇല്ല. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, ma'am.